നമുക്ക് കെ റെയില്, കെ റൈസ്, കെ ഫോൺ എന്ന് പറഞ്ഞാല് നമുക്കും സ്വന്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. K7 മാം. നെൽസൺ ചാടി കളസം കീറി മതിലിൽ കയറുമ്പോഴുടക്കി. സ്വതന്ത്ര ഇന്ത്യ നേരിടുന്ന വെള്ളിവിളികൾ. നെറ്റ് ഉണ്ടെങ്കിൽ താമസിക്കും, നെറ്റില്ലെങ്കിൽ പെട്ടെന്ന് ഇറങ്ങും. ക്യാരക്ടർ ചെയ്യുമ്പോൾ പിരിമുറുക്കമുണ്ടോ എന്ന് ചോദിച്ചത് കോമഡി ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് പിരി ഇളക്കമുണ്ടോ എന്ന് ചോദിക്കുന്നതിന് തത്തുല്യമായ ഒരു ചോദ്യമാണ്. ഞാൻ പഠിച്ചത് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്. അതിനെ ഇംഗ്ലീഷ് മീഡിയം എന്ന് പറയുന്നതിനെക്കാട്ടും നല്ലത് മീഡിയം ഇംഗ്ലീഷ് സ്കൂളാണ്. അതിനെ മീഡിയം ലെവലിലേക്ക് ആയിരിക്കും ഇംഗ്ലീഷ് പറയുന്നത്. ഒരു കണ്ണാടി ഇല്ലാതെ നമുക്ക് കാണാൻ പറ്റാത്ത നമ്മുടെ ഒരു അവയവം ചെവിയാണ്. ചിലർക്ക് ചെവിയില്ലെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല, കാരണം ഗ്ലാസ് വയ്ക്കുന്നത്. Once upon a time, once upon a time, once upon a time, once upon a time. ഹായ് ഹലോ നമസ്കാരം. ഇത് ഫൺസ് അപ്പോൺ എ ടൈം കലിപ്പനും കാന്താരിയും. ഫൺസ് അപ്പോൺ എ ടൈമിന്റെ പുതുമുകൾ നിറഞ്ഞ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എപ്പോഴും ഈ ദേഷ്യം പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു ഹയർ ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കലിപ്പന്മാർ എന്ന് വിളിക്കും അല്ലേ? പക്ഷെ അതുപോലെ തന്നെ കോമഡി പ്രസന്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു മച്ച് എലവേറ്റഡ് പൊസിഷനിൽ നിൽക്കുന്ന, റേഞ്ചിൽ നിൽക്കുന്ന രണ്ട് പ്രിയപ്പെട്ട താരങ്ങളാണ് നമ്മുടെ ഷോയിലെ ജഡ്ജസ് ആയി ഇവിടെ വന്നിരിക്കുന്നത്. അവരെ ഏറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ ചീഫ് ജഡ്ജ് രമേശ് പിഷാരടി, നമ്മുടെ പ്രിയപ്പെട്ട സെലിബ്രിറ്റി ജഡ്ജ് നമ്മുടെ സ്വന്തം ഷാജു ശ്രീധർ. പിന്നെ ഈ ഉത്സവകാലങ്ങളിൽ ഒരുപാട് കലാകാരന്മാർക്ക് വടേക്കാട് ക്ഷേത്ര സന്നിധിയിൽ വേദികൾ ഒരുക്കി കൊടുക്കുന്ന സംഘാടകനും പിന്നെ കമ്മിറ്റിക്കാരനും ഒക്കെ ആയ വടേക്കാട് അജയൻ ചേട്ടനും നമ്മുടെ ഷോയുടെ ഭാഗമായിട്ട് നമ്മുടെ ഒപ്പം ഉണ്ട് കേട്ടോ. മോളുടെ പരിപാടി ബുക്ക് ചെയ്തെന്ന് കൂടി പറയണം. ഡയാനയുടെ ഡാൻസ്. തീർച്ചയായിട്ടും എനിക്കും അദ്ദേഹം നല്ലൊരു ഓഫർ തന്നിട്ടുണ്ട്. അതിനുശേഷം പരിപാടി തരാന്ന് പറഞ്ഞിട്ട് അതൊക്കെ സന്തോഷം കേട്ടോ, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പാട്ടിന് പക്കമേളക്കാരൊക്കെ ഉണ്ടാവില്ലേ എന്റെ കൂടെയോ? ആ ഉണ്ടാവും. എന്തൊക്കെയാ വേണ്ടെന്ന് പറഞ്ഞാൽ മൃദംഗം, പിന്നെ ബദംഗം, മറ്റേ വീണ, മറ്റേ സാധനങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ. ഉണ്ടാവും ഉണ്ടാവും. വേണമെങ്കിൽ പറയണം. പിന്നെ പാട്ട് പാടുന്ന ആളുണ്ടാവില്ലേ, കച്ചേരി പോലെ പാടാനായിട്ട്? ഡാൻസിന് പാട്ട് പുറകെ ഒറിജിനലായിട്ട് പാടി കൊടുക്കാൻ. ഓ ശരി ശരി, വാങ്ങും. പിന്നെ അപ്പൊ അവരൊക്കെ മതി, മോള് വേണമെന്നില്ല. ഷാജ് ചേട്ടാ, ഇപ്പോ ഒരു കരിയർ എടുത്ത് നോക്കുമ്പോഴത്തേക്കും പണ്ട് കാലം മുതൽ ഏറെക്കുറയും കൂടുതലും ചെയ്തിട്ടുള്ളത് കോമഡി റോൾസ് ഒക്കെയാണ്. ഇപ്പോൾ ചെറിയൊരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട്, കുറച്ച് സീരിയസ് കഥാപാത്രങ്ങൾ, കോമഡി ഉണ്ടെങ്കിൽ കൂടിയും ക്യാരക്ടർ റോൾസ് ഒക്കെ ചെയ്തു തുടങ്ങിയിട്ടില്ലേ? അപ്പോൾ പുതിയ അങ്ങനെ ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ചെയ്തതിന്റെ വിശേഷങ്ങൾ നമ്മുടെ പങ്കുവെക്കാനുണ്ടോ? ഇനി വരാൻ പോകുന്ന സിനിമകളിൽ പൂർണ്ണമായിട്ടും സ്ട്രിക്റ്റായ ക്യാരക്ടറുകളാണ് ചെയ്യുന്നത്. ഒരു സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. അതിനകത്ത് 8 തൊട്ട് 6 വരെ ഒരു ഷിഫ്റ്റ്, 6 തൊട്ട് 12 വരെ രണ്ടാമത്തെ ഷിഫ്റ്റ്, അങ്ങനെ 2 ഷിഫ്റ്റിലാണ് അത് ചെയ്യുന്നത്. ഞാൻ ഡോൺ മാക്സ് സംവിധാനം ചെയ്യുന്ന അറ്റ് എന്ന് പറയുന്ന ഒരു മൂവിയിൽ വളരെ സീരിയസ് ആയിട്ടുള്ള പ്രധാന കഥാപാത്രത്തെ ചെയ്യുന്ന ഒരു സിനിമയും, അതിൽ തന്നെ ഗുമസ്തൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ അത്രയും പ്രാധാന്യമുള്ള വളരെ റഫായിട്ടുള്ള, ഞാൻ എന്നെ അങ്ങനെ പൊതുവെ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ എത്രത്തോളം അത് നന്നാവുമെന്ന് എനിക്ക് അറിയില്ലെങ്കിലും എനിക്ക് പറ്റാവുന്നതിന്റെ മാക്സിമം ഞാൻ പെർഫോം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ആ സിനിമയിൽ. വളരെ അനായാസമായിട്ടാണ് ഈ കോമഡി ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്. ഈ സീരിയസ് റോൾസ് ചെയ്തപ്പോഴത്തേക്കും എങ്ങനെയായിരുന്നു? പിരിമുറുക്കമോ അങ്ങനെ എന്തെങ്കിലും, അതോ വളരെ എക്സൈറ്റഡ് ആയിരുന്നോ? എനിക്ക് സംവിധായകൻ ക്യാരക്ടർ ചെയ്യുമ്പോൾ പിരിമുറുക്കമുണ്ടോ എന്ന് ചോദിച്ചത് കോമഡി ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് പിരി ഇളക്കമുണ്ടോ എന്ന് ചോദിക്കുന്നതിന് തത്തുല്യമായ ഒരു ചോദ്യമാണ്. ഞാൻ ചെയ്യുന്നത് അതങ്ങനെ ചെയ്യുമെന്നുള്ള ഡയറക്ടർക്കായിരിക്കും ഒരു പക്ഷേ പിരിമുറുക്കം കൂടുതലുണ്ടാവുക. പക്ഷെ ചെയ്ത് വന്നപ്പോൾ നമുക്കത് എനിക്ക് തോന്നുന്നു ഏറ്റവും സീരിയസ് വേഷങ്ങൾ ചെയ്ത പലരും എനിക്ക് തോന്നുന്നു മിമിക്രിയിൽ നിന്നും വന്ന ആളുകളായിരിക്കും. അപ്പൊ ആ കൂട്ടത്തിൽ എനിക്ക് വലിയ റിസ്ക് ഫീൽ ചെയ്തില്ല. കാരണം കോമഡിയിൽ നിന്നും മാറി വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് വലിയ ഇത് തോന്നില്ല. പക്ഷെ അവരത് നമ്മൾ ചെയ്യുമെന്നുള്ള സംശയമാണ് ഇപ്പോഴും ഞങ്ങളെ പലർക്കും തോന്നും. ഇവരെ ചെയ്തുകൊണ്ട് ഇവര് കോമഡി വേഷങ്ങൾ മാത്രമല്ല, സീരിയസ് വേഷം ചെയ്ത ജനം ആക്സെപ്റ്റ് ചെയ്താൽ മതി. ചെയ്യാൻ അറിയായ്മയല്ല ഇവിടെ പ്രശ്നം. അത് ഞാൻ പലതവണ ഈ വേദിയിൽ തന്നെ പറഞ്ഞു. ഇപ്പൊ മമ്മൂക്കയെ പോലൊരു നടന് ചട്ടമ്പിനാടിലെ ആളെ അവതരിപ്പിക്കുന്നതും ബ്രഹ്മയുഗത്തിലെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതും ഒരേ അളവിലും തൂക്കത്തിനുമുള്ള സ്ട്രെയിനേ ഉള്ളൂ. ഒരു നടൻ എന്നുള്ള നിലയിൽ ഇത് തമ്മിൽ ഒരു വ്യത്യാസമില്ല. നമ്മുടെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അഭിനയിച്ചു എന്തൊരു അഭിനയം എന്നൊക്കെ പറയണമെങ്കിൽ സെന്റിമെന്റ്സ് ചെയ്താലല്ലാതെ നർമ്മം ചെയ്യുന്നതോ നർമ്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതോ ഒരു അഭിനയമായിട്ട് പോലും ഏറ്റവും കഷ്ടം എന്ന് പറയുന്ന നർമ്മം ചെയ്യുന്നത് തന്നെയാണ്. ഒരു ചെറിയ ഒരു സീൻ നന്നാക്കി എടുക്കണമെങ്കിൽ തന്നെ വലിയ റിസ്ക് ആണ്. ഹ്യൂമറിൽ നിന്ന് വില്ലനിലേക്ക് വന്ന ഒരുപാട് നടന്മാരുണ്ട്, സീരിയസ് വേഷങ്ങൾ. അതായത് കോമഡി ചെയ്ത് വന്നിട്ട്
പിന്നെ സീരിയസ് ആയിട്ട് സിദ്ദിഖിനെയൊക്കെ പോലെ സിദ്ദിഖ്, ഹനീഫ് ഖാ, ഒരുപാട് പേരുണ്ട്. ജനാർദ്ദനൻ ചേട്ടൻ ഇവരൊക്കെ ആയിരുന്നല്ലോ. പിന്നെ ഈ വില്ലൻ ചെയ്തിട്ട് അവസാനം കോമഡിയിലേക്ക് മാറിയ ഒരുപാട് ആൾക്കാരുണ്ട്. ബാബുരാജ്, കൊച്ചിൻ ഹനീഫ, ഒരുപാട് പേര്. അപ്പൊ എന്തായാലും ഷാജി ചേട്ടന്റെ പുതിയ വേഷപ്പകർച്ചകൾക്ക് എല്ലാവിധ ആശംസകൾ നേരുകയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഈ ഒരു കരിയർ ഗ്രാഫ്, പ്രത്യേകിച്ച് ഇത്രയും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്തിന് ഒരു വലിയ സപ്പോർട്ട് നൽകുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വൈഫ് ചാന്ദിനി ചേച്ചി തന്നെയാണ്. പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടത് കൂടിയുണ്ട്. റീസെന്റ് ടൈംസ് നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് വിമൻ എംപവർമെന്റിനെ കുറിച്ചാണ്. ചാന്ദിനി ചേച്ചി ഏകദേശം 500ഓളം സ്റ്റുഡൻസ് ഉണ്ടല്ലേ ചേച്ചിക്ക്? പല ഭാഗങ്ങളിലായിട്ട്. കാരണം വെച്ചാൽ ഈ പറയുന്ന ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ അല്ലേ, അപ്പൊ അത് ഉണ്ട്. അല്ലാതെ തന്നെ നമ്മൾ കുറെ കുട്ടികളെ നമ്മൾ ഫ്രീ ആയിട്ട് ഒരുപാട് താല്പര്യമുള്ള കുട്ടികളെ അങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അല്ല, അതൊരു അപ്രീസിയേഷൻ. കാരണം അതിനൊരു വലിയ സപ്പോർട്ട് ചേട്ടനും തിരികെ കൊടുക്കുന്നുണ്ടല്ലോ, അതൊരു വലിയ കാര്യം തന്നെയാണ്. എന്തായാലും അദ്ദേഹം നമ്മോടൊപ്പം ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരിക്കും. ഒരുപാട് സന്തോഷം ചേട്ടാ. നമ്മുടെ എപ്പിസോഡിൽ ഓഡിയൻസ് ആയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കൊടുങ്ങല്ലൂരിലെ സ്റ്റുഡൻസും സ്റ്റാഫുമാണ്. ഇനി പോകാം നമ്മുടെ മത്സരങ്ങളിലേക്ക്. 2 മിടുക്കരായ മത്സരാർത്ഥികൾ റെഡി ആയിട്ട് ഇപ്പോൾ നമുക്ക് അവരെ വിളിക്കാം. Let us welcome Sudeep and Sriram. രണ്ടുപേരും സീസൺ 2 നമ്മോടൊപ്പം മത്സരിച്ച വ്യക്തികളാണ്. വെൽക്കം ബാക്ക്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം വീണ്ടും ഇവരെയൊക്കെ നമ്മുടെ വേദിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതിലും ഇവർ വരാനുള്ള മനസ്സ് ഇവർ കാണിക്കുന്നതിലും ഒക്കെ രണ്ടുപേരും ഗംഭീര സ്വാഗതം. എവിടെയായിരുന്നു ഇത്ര നാള്? ഇവിടെ ഉണ്ടായിരുന്നു, ഞങ്ങളാരും കണ്ടില്ലല്ലോ. എന്ത് ചെയ്തു കഴിഞ്ഞ സീസൺ കഴിഞ്ഞിട്ട്? ഈ വരവിന്റെ ഇടയിൽ എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ പ്രധാന പരിപാടികൾ? ഞാൻ ഇവിടെ വന്നതിന് ശേഷം പിന്നെ മറ്റേ കോളേജിൽ കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ പോകും. അവിടെ കോമ്പറ്റീഷൻ പ്രൈസ് കിട്ടുന്ന മത്സരങ്ങൾ തന്നെയല്ലേ പോയത്? അതന്നെ. എത്ര പേരോടൊക്കെ മത്സരിച്ചു? കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടല്ലോ. ഒരു 20 സ്റ്റേജെങ്കിലും ഇത് 2 വരവുകളുടെ ഇടയിൽ ചെയ്തോ? 20 ചെയ്തില്ല, 10 ഒക്കെ. മതി. ശ്രീരാമോ? ഇവിടെ മാത്രമേ ഉള്ളൂ. ഇവിടെ വരുന്ന കഴിഞ്ഞാൽ വേറെ എവിടെ പോകുന്നില്ല. ശ്രീരാം ഇപ്പം എന്തോ തിരക്കാന്ന് തോന്നുന്നില്ല ശ്രീരാമന്. ഓഫീസിൽ പോണം. ഇവിടെ വേറെ ജോലിയുടെ സമയം കണ്ടെത്തി വരുന്നവരാണ്. ഏത് കമ്പനിയിലാ? അതും സിയുടെ ഓഫീസിലാണ്. അത്രയും തിരക്കുകളും കണക്കൂട്ടലുകളിലൊക്കെ ഇടയെന്നാണ് ഇത്രയും മനോഹരമായ കോമഡികൾ ഉണ്ടായിക്കൊണ്ട് ശ്രീരാം കഴിഞ്ഞ സീസണുകളിലൊക്കെ ഇവിടെ വന്നത്. ഇത്തവണയും അത് വളരെ ഗംഭീരമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. നമുക്ക് നമ്മുടെ PSCയിലോട്ട് പോയാലോ? പോകാം. പാരഡി സോങ് ചലഞ്ചിന് വേണ്ടിയിട്ട് കേസ് മാമനെ ഇങ്ങോട്ടേക്ക് വിളിക്കാം കേട്ടോ. Once upon a time കലിപ്പനും കാന്താരിയും ഏറ്റവും പുതിയ എപ്പിസോഡുകൾ മറക്കാതെ കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. രമേശ് പിഷാരടി എന്റർടൈൻമെന്റ്സ് ഓൺ യൂട്യൂബ്. നമസ്കാരം മാമ. നമസ്കാരം പിഷാരടി. നമസ്കാരം മാമ. നമസ്കാരം. പൊളിക്കും. നമസ്കാരം. ഇവിടെ തന്നെ ഉണ്ടല്ലേ, പോയിട്ടില്ല? ഇല്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കായിരുന്നേ, നമുക്ക് കെ റെയില്, കെ റൈസ്, കെ ഫോൺ എന്ന് പറഞ്ഞാല് നമുക്കും സ്വന്തമായിട്ട് പറഞ്ഞുണ്ടല്ലോ. ഇതത്ര പരാജയമല്ല, ഇത് നല്ലതാ. പക്ഷെ അത് പരാജയപ്പെട്ടെങ്കിൽ ഇത് വിജയിച്ചല്ല. അതെ. പുതിയ ഹിറ്റ് ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ടോ? കഴിഞ്ഞിട്ട് തീരുമാനിക്കാം എന്തായാലും. ആണല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് വൈകിക്കേണ്ട പാടിക്കളയാം. എന്തായാലും പാട്ട് എങ്ങനെ പോയാലും ഇതിലൊരു ചോദ്യം ഉത്തരം ഉണ്ടാവും. കഴിയുമ്പോ എന്തായാലും ഒന്നല്ല 3 ചോദ്യങ്ങളും 3 ഉത്തരങ്ങളും ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് അറിയാലോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാര്യങ്ങളൊക്കെ അറിയാലോ. 3 ചോദ്യങ്ങൾ ചോദിക്കും, അതിന്റെ ഉത്തരങ്ങൾ നിങ്ങൾ പറയണം. അതനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ പെർഫോം ചെയ്യാം. ഓക്കെ. നെൽസൺ ചാടി കളസം കീറി മതിലിൽ കയറുമ്പോഴുടക്കി പതിവായി ചാടും മതിലിൻ കമ്പി ഇവനു കണ്ടില്ല, അതറിയാൻ കഴിഞ്ഞില്ല. നെൽസൺ ചാടി കളസം കീറി മതിലിൽ കയറുമ്പോഴുടക്കി പതിവായി ചാടും മതിലിൻ കമ്പി ഇവനു കണ്ടില്ല, അതറിയാൻ കഴിഞ്ഞില്ല.
നെൽസൺ കുടിയില്ല വലിയുമില്ല, കളവിൽ പ്രാവീണ്യമധികമില്ല. നെൽസൺ കുടിയില്ല വലിയുമില്ല, കളവിൽ പ്രാവീണ്യമധികമില്ല. അവിട്ടം നാളുള്ള കള്ളനിവൻ, ഇരുട്ടാണിവനെന്നും ഇഷ്ടമതും. ഇവിടെ പണിവാളി, കള്ളനിവിടെ വഴിമാറി. നെൽസൺ ചാടി കളസം കീറി, മതിലിൽ കയറുമ്പോഴുടക്കി. പതിവായി ചാടും മതിലിൻ കമ്പി ഇവനു കണ്ടില്ല, അതറിയാൻ കഴിഞ്ഞില്ല. ചോദ്യം: കള്ളൻ നെൽസൺ ചാടിയപ്പോ കീറിയതെന്ത്? കളസം. കറക്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, നെൽസന് എന്തിലാണ് പ്രാവീണ്യം അധികമില്ലാത്തത്? നെൽസൺ ഒരു കള്ളനാണ്, അതെ. പക്ഷെ നെൽസന് ഒരു കാര്യത്തിൽ അധികം പ്രാവീണ്യം ഇല്ല. വലിയ പ്രാവീണ്യമൊന്നുമില്ല എന്താണ് അത് ആ കാര്യം? പുള്ളി എന്നാലും ആ ജോലി സർ പറയൂ സർ. അല്ലേ? കളവ്. കളവ്. കളവ് കറക്റ്റ് ആണ്. ഈ ഭാഗത്ത് ഉത്തരം അറിയാം, പക്ഷെ പറയുന്നില്ല. അതെന്താ അങ്ങനെ ചോദിക്കുന്നില്ല? ശരി. നീ ഒരു കാര്യം ചെയ്യ്, ആ. ആഗോള തപനത്തിന്റെ കാരണങ്ങളും ഫലങ്ങളും എന്തെങ്കിലും ചോദിച്ചാലേ അദ്ദേഹം പറയുള്ളൂ. അതിനുള്ള സെറ്റപ്പല്ല നിൽക്കുന്നത്, അല്ലാതെ കളസം കയറിയ കഥയൊന്നും ചോദിക്കാൻ പറ്റിയ ഒരാളല്ല നിൽക്കുന്നത്. നീ ഗൗരവമുള്ള എന്തെങ്കിലും ചോദ്യം കണ്ടുപിടിച്ച് ചോദിക്കും, അല്ലാതെ ഇതൊക്കെയാണോ ചോദിക്കുന്നത്? സ്വതന്ത്ര ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികൾ പറ. അപ്പൊ പറയും കേട്ടാ, ഷൂട്ട് നടക്കുകയല്ല, അതൊക്കെ പറഞ്ഞോളേ. അടുത്ത ചോദ്യം ചോദിക്കും. നമ്മളെല്ലാവരും തന്നെ. നമ്മളാണല്ലേ പ്രശ്നങ്ങൾ. ഓക്കെ, ഫൈൻ. നമ്മുടെ കള്ളൻ നെൽസന്റെ ജന്മനാള് ഏതാണ്? പാട്ടിലുണ്ടായിരുന്നു, കൃത്യമായിട്ടുണ്ടായിരുന്നു. നെൽസൺ കള്ളൻ നെൽസന്റെ നക്ഷത്രം ഏതാണ്? ഏറ്റവും ഒടുവിലത്തെ അക്ഷരം അല്ല, ഒരു ക്ലൂ കൊടുത്തവര് പറഞ്ഞാലോ? ടംന്നാണ്. അല്ല, ഒരു 3 നക്ഷത്രം കറക്റ്റ് പറയും. കറക്റ്റ്, വെരി ഗുഡ് സുദീപ്. അപ്പൊ വീണ്ടും പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരി ഉത്തരമാണ്. 2 പോയിന്റ്സ് സുദീപിന് കിട്ടിയിരിക്കുന്നു. ദാറ്റ് മീൻസ് സുദീപ് ഈസ് പെർഫോമിംഗ് ഫസ്റ്റ് ഹിയർ. ഓൾ ദി ബെസ്റ്റ്. Once upon a time, കലിപ്പനും കാന്താരിയും ഏറ്റവും പുതിയ എപ്പിസോഡുകൾ മറക്കാതെ കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ രമേശ് പിഷാരടി എന്റർടൈൻമെന്റ്സ് ഓൺ യൂട്യൂബ്. ഒറ്റ ചോദ്യം: സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ആരൊക്കെ ഉണ്ട്? 100% വിജയം. ഇതിനകത്ത് എത്ര പേര് ഫോണും കൊണ്ട് ബാത്റൂമിൽ പോകുന്നുണ്ട്? ചായ എടുത്ത് തന്നല്ലേ അവിടെ തന്നെ കൈപൊക്കണം എന്ന് പറഞ്ഞിട്ട് കുറ്റം പറയല്ല, ഞാനും കൊണ്ടുപോകും ഫോൺ ബാത്റൂമിൽ. നമ്മൾ ഇത് എല്ലാം ഇതിനകത്തൊന്ന് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ പോകുന്നിടത്ത് എല്ലാം ഫോൺ കൊണ്ടുപോകാറുണ്ട്, ബാത്റൂമിൽ ഫോൺ കൊണ്ടുപോകാറുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഈ ബാത്റൂമിൽ ചെന്നിട്ട് ഇറങ്ങുന്നതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ചെന്ന് കൊണ്ട് കളയാനുള്ള സാധനത്തിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചല്ല. ഈ നെറ്റ് ഉണ്ടെങ്കിൽ താമസിക്കും, നെറ്റില്ലെങ്കിൽ പെട്ടെന്ന് ഇറങ്ങി. ഈ അടുത്തിടയ്ക്ക് ഒരു റൂമർ ഇറങ്ങി, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയത്തില്ല. അതായത് ഈ മെറ്റയുടെ ആപ്ലിക്കേഷൻസ് അത് യൂസറിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഓഡിയോ വീഡിയോ ഒക്കെ അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് ഒബ്സർവ് ചെയ്യാൻ സിഇഒയുടെ ഹെഡിൽ ഒരു ടീം ഉണ്ടെന്നൊക്കെ. സത്യമാണോന്ന് അറിയത്തില്ല. സത്യമാണെങ്കിൽ കോടിക്കണക്കിന് വരുന്ന ബാത്റൂമിലെ ഫോൺ യൂസേഴ്സ് എല്ലാം മുകളിൽ ഒരുത്തൻ കാണുന്നുണ്ട്. ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ സക്കർബായി ഇതറിയാതെ പെട്ടെന്ന് ഓർക്കാതെ ഫോണും കൊണ്ട് ബാത്റൂമിൽ കയറി. പകുതി ആയപ്പോഴാണ് പുള്ളിക്ക് കാര്യം മനസ്സിലായത്. പുള്ളി പരിപാടി പകുതി നിർത്തിയിട്ട് പുറത്തിറങ്ങി. പിറ്റേന്ന് ഓഫീസിൽ ചെല്ലുമ്പോൾ പുള്ളിയുടെ മൈൻഡിൽ ലവന്മാർ ഇത് കാണുമോ. പുള്ളി ഓഫീസിൽ ഒബ്സർവേഷൻ ടീമിൻ്റെ കൂടെ ജോയിൻ ചെയ്തു. ടീം അവിടെ തലേന്ന് ബിൽഡ് ചെയ്ത പ്രൊജക്റ്റിൻ്റെ സൈസിനെ കുറിച്ചും അതിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചോ പറഞ്ഞുകൊണ്ടിരുന്നത്. സക്കർബായ് അവിടെ ചെന്നിരുന്നിട്ട് ഇവന്മാർ കാണുമോ? ഇപ്പോൾ അതിലൊരുത്തൻ പ്രൊജക്റ്റിനെ കുറിച്ചിട്ട് കണ്ടു ഇന്നലത്തെ പരിപാടിയില്ലേ അത് കണ്ട്, പക്ഷേ അതിൻ്റെ സൈസ് ഇത്തിരി കുറവാണ്. സക്കറിന് അതായിരിക്കാൻ വഴിയില്ല, കുറച്ച് നേരം ഇരിക്കാം. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു എനിക്ക് സൈസ് ഓക്കെയാണ്, ബട്ട് ഇറ്റ്സ് നോട്ട് റീപ്രൊഡക്റ്റീവ്. സക്കറിന് ദൈവമേ, അപ്പോൾ എൻ്റെ 2 പിള്ളേർ അറിയാത്ത പോലെ ഇരിക്കാം. പുള്ളി തോന്നണ എന്തോ ചെയ്യുന്നറിയാം. പുള്ളി വീട്ടിൽ ചെന്നിട്ട് ഇതിൻ്റെ എല്ലാ കൺട്രോൾ പുള്ളിയുടെ ഫോണിലാക്കി. എനിക്ക് മാത്രം കണ്ടാൽ മതിയല്ലോ. പുള്ളി ഇതിന് ശേഷം മെറ്റയുടെ മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ടാണ് ഫോൺ കൊണ്ട് ബാത്റൂമിൽ പോകുന്നത്. അതാ ഇന്നാളിൽ ഇടയ്ക്ക് ഈ ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ഫേസ്ബുക്ക് എല്ലാം കട്ടായി പോയല്ലോ. കട്ടാവുന്നതല്ല, പുള്ളി കട്ടാക്കുന്നതാ. അതായത് സ്വന്തം ബാറ്റിങ് സ്വന്തം ഫോണിൽ കാണാൻ പലരും താല്പര്യപ്പെടാറില്ല, ക്രിഞ്ചടിക്കും. ഈ സ്മാർട്ട് ഫോണിൻ്റെ വരവ് ആ സമയത്ത്
ഇതിന്റെ യൂസിങ് ഒരു പ്രത്യേക ഏജ് ഗ്രൂപ്പിന്റെ കുത്തക അവകാശമായിരുന്നു യുവാക്കളുടെ. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ എല്ലാവരും യൂസ് ചെയ്യാറുണ്ട്. ഞാൻ ഒരു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഫോണും കൊണ്ട് വീട്ടിലൊക്കെ ഇരിക്കുമ്പം അച്ഛൻ വന്ന് നോക്കും, മനുഷ്യവർഗത്തെ നശിപ്പിക്കാനായിട്ടൊരു സാധനം എന്നൊക്കെ, എന്നെ അല്ല ഫോണിനെ കുറിച്ചിട്ട്. അപ്പം ഈ അടുത്തിടയ്ക്ക് ഞാൻ വീട്ടിലോട്ട് വന്നപ്പം അച്ഛൻ ഫോണും കൊണ്ട് അതേ സിറ്റിങ്ങിൽ ഫോണും കൊണ്ടിരിക്കുന്നു. നോക്കിയപ്പം 708 നമ്പർ കരയോഗ റീൽ ഗ്രൂപ്പ് ക്രിയേറ്റഡ് ബൈ ഗോപാലകൃഷ്ണൻ. ഈ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന പുള്ളി എന്ന് വെച്ചാൽ അവിടുത്തെ ഈ പെൻഷൻ ഗ്രൂപ്പിന്റെ ഡിജിറ്റൽ ഗ്രോത്തിന് ഏതാണ്ട് വലിയ രീതിയിൽ പങ്കുവഹിക്കുന്ന ഒരു വ്യക്തിയാണ്, ഈ സക്കർബർഗിനെയൊക്കെ പോലെ. അപ്പം ഞാൻ എന്തായാലും പുള്ളി ഒന്ന് കാണണമെന്ന് വിചാരിച്ച് ഞാൻ പുള്ളിനെ കാണാനായിട്ട് ചെന്നപ്പം പുള്ളി പെട്ടെന്ന് ഓടിപ്പോകുന്നു. ഞാൻ എങ്ങോട്ട് വന്നു, ഒരു സ്ഥലം വരെ പോകാനുണ്ട്, ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെ. ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഇരുന്നാൽ പോരെ, അവർ വീട്ടിലോട്ട് വരത്തില്ലേ? നമ്മുടെ ഒരു കുടുംബത്തിന്റെ അന്തസ്സ് വെച്ച് നമ്മൾ അങ്ങോട്ട് പോകണം, അവരെ വീട്ടിൽ കൊണ്ടുവരുന്നത് ശരിയല്ല എന്നൊക്കെ. എന്നിട്ട് എന്നോട് ചോദിച്ച്, എടാ മണിച്ചിത്രത്താഴ് പാർട്ട് 2 പ്രൊമോഷനൊക്കെ ഒന്നുമല്ല, നീ കണ്ടില്ലേ? ഞാൻ പറഞ്ഞു ഞാൻ കണ്ടില്ല, ഇനി ഞാൻ ഔട്ട്ഡേറ്റഡ് ആയോ? ഞാൻ പറഞ്ഞു ഒന്ന് കാണിച്ചേ. നീ കണ്ടില്ല? ഇൻസ്റ്റയൊക്കെ തുറന്ന ഇപ്പോൾ അതേ ഉള്ളൂ, ഭയങ്കര പ്രൊമോഷനാണ്. ഞാൻ നോക്കിയപ്പോൾ എന്തോ ഈ അമ്മ മെസ്സേജ് അയച്ചിട്ട് കണ്ട പെമ്പിള്ളേർക്ക് ആളുമാര് റിപ്പോർട്ട് അടിച്ച് അക്കൗണ്ട് ബ്ലോക്ക് ആക്കിയിട്ട് മറ്റേ പൂട്ടിന്റെ ചിഹ്നമൊക്കെ ടൈറ്റിൽ കാർഡാണ് മണിച്ചിത്രത്താഴ് പാർട്ട് 2. ഇവർക്കൊക്കെ അത്യാവശ്യം ഈ ഡിജിറ്റലിന്റെ നോളജൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഒരു ഗുജറാത്തിൽ നിന്ന് പ്രവാസ ജീവിതം കഴിഞ്ഞെത്തിയ ഒരു മാമൻ, പുള്ളിക്ക് വാട്സപ്പിലൊക്കെ അരങ്ങേറുന്നതേ ഉള്ളൂ. പുള്ളി ഇപ്പം ഈ നിമിഷം പുള്ളിയൊക്കെ ഈ ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പെൻറ്റഗണിൽ നിന്ന് ഡീറ്റെയിൽസ് ഹാക്ക് ചെയ്യുന്ന പോലെയൊക്കെയാണ്. അതാ പക്ഷെ പുള്ളി ഭയങ്കര ഡയലോഗടിയാണ്. ഗുജറാത്തിലെ ഭയങ്കര ടീമാണ്. അംബാനിയുടെ മോൻ്റെ കല്യാണമൊക്കെ വിളിച്ചാണ്, പക്ഷെ പോയില്ല. വിളിച്ചില്ല, പക്ഷെ പുള്ളി പോയെന്ന് മാത്രമല്ല, വിളിക്കാതെ 2 വട്ടം കയറി ഇരുന്നുണ്ട്. അടുത്തടുത്ത് സീറ്റ് കിട്ടിയ മാമനെ പൊള്ളാടിനെയും കൂടെ അംബാനി പിടിച്ച്, തനിക്ക് 3ാമതൊരു വട്ടം വിധി പണയം വെച്ച് ഉണ്ണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് 2നെ വീട്ടിൽ പറഞ്ഞു വിട്ടു. പുള്ളി വന്ന ഉടനെ ഞങ്ങൾ ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പിൽ പുള്ളിനെ ആഡ് ചെയ്തിട്ട് ഒരു ചെറിയ ഒരു സംഭവമുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിനകത്ത്. അതായത് അടുത്ത 6 മാസം ആര് അഡ്മിൻ ആവും എന്ന് ചെറിയൊരു പോൾ വെക്കും. വാട്സപ്പിൽ പോൾ വെക്കാൻ പറ്റുമല്ലോ, ചെറിയൊരു പോൾ. നമ്മൾ തമാശക്ക് തുടങ്ങിയതാ, പക്ഷെ പുള്ളിക്കാരന് അത് ജീവൻ മരണ പോരാട്ടം പോലെ ആയി. ഇപ്പോൾ കാൻഡിഡേറ്റ് 1 പുള്ളിയും, മറ്റേത് സിറ്റിംഗ് അഡ്മിൻ ചേച്ചിയുടെ മോള് 15 വയസ്സ്. അപ്പം ഈ പുള്ളി ഇത് ഉടനെ ഈ പരസ്യ പ്രചാരണത്തിനൊക്കെ മാസം 30,000 രൂപ സാലറി കൊടുത്തിട്ട് ഒരു ടീമിനെയൊക്കെ കൊണ്ടുവന്നിരുത്തി. അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ 30,000 രൂപ കൊടുത്ത് സാലറി ഒക്കെ ഒരു തന്നെ പോസ്റ്റർ അടിക്കാനൊക്കെ. പുള്ളി മറ്റേ 1900-കളിലെ അപ്പൂപ്പൻ ഉണ്ടല്ലോ, മൂക്കിപ്പൊടി വാങ്ങിക്കാൻ 3 കോടിയുടെ സ്വത്ത് വിറ്റ് കളയുന്ന ആ അപ്പൂപ്പൻ്റെ വൈബായിട്ട് പുള്ളി അത് സെറ്റായി. അത് കുഴപ്പമില്ലായിരുന്നു. ഈ പരസ്യ പ്രചാരണമൊക്കെ നടക്കുന്ന സമയത്ത് ഞങ്ങൾ ചുമ്മാ വീട്ടിലോട്ട് ചെയ്യുന്നു, മാമൻ്റെ വീട്ടിലോട്ട്. ഇപ്പോൾ പരസ്യ പ്രചാരണം നടക്കുന്നില്ല, ഞാൻ ചുമ്മാ ദാഹിച്ചിട്ട് വെള്ളം കുടിക്കാനായിട്ട് അടുക്കള ചെന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ച് നോക്കിയപ്പോൾ ഗ്ലാസിൻ്റെ അകത്ത് എന്തോ ഒരു എഴുത്ത്, നിന്നെ ഇവിടെ എത്തിച്ചത് ദാഹം, നിന്റെ ദാഹം അകറ്റാൻ നിനക്ക് ശക്തിയേകുന്നത് ജലം, എന്നാൽ ജലത്തിന് ശക്തിയേകുന്നത് ആര്? നിന്റെ മാമൻ. ഒരു ഗ്ലാസ്, എൻ്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം അങ്ങ് താഴെ പോയി. ഞാനുടനെ ഇന്ന് കാണണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരെ ബാത്റൂമിൽ കയറി കഥ അടച്ചപ്പം അവിടെ വീണ്ടും ഒരു എഴുത്ത്, നീ ഇപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുകയാണല്ലേ. കൂസല്ലേ, ബാത്റൂമല്ലേ, ഒറ്റപ്പെട്ടായിരിക്കും, സ്വാഭാവികം. ഒറ്റപ്പെട്ട് എല്ലാവരും ഒറ്റപ്പെടുത്തി എന്ന് നിനക്ക് തോന്നിക്കഴിഞ്ഞാൽ തല ഉയർത്തി മുകളിലേക്ക് നോക്കുക, ആ തീ അത് ഞാനാണെന്ന്. ഞാൻ തലയുയർത്തി മുകളിലോട്ട് നോക്കിയപ്പം ഈ ഷവറിൻ്റെ കമ്പിയിൽ മാമൻ്റെ മറ്റേ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കെട്ടിത്തൂക്കിയിട്ടേക്കുന്നത്, മാമനുണ്ട് നിന്റെ കൂടെ എന്നൊക്കെ. എന്തായാലും ഞാൻ പുറത്തിറങ്ങി, ഇലക്ഷൻ കഴിഞ്ഞു, മാമൻ ജയിച്ചു. ഞങ്ങളാരും വോട്ട് ചെയ്തില്ല, പക്ഷെ മാമൻ ജയിച്ചു കഴിഞ്ഞ് പുള്ളി വാട്സപ്പ് ഗ്രൂപ്പിൽ ആഴ്ച ഓരോ ഓഡിയോ ഇടും, മാമൻ കി ബാത്ത്. പുള്ളി ഓഡിയോ ഇടുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഈ ഗ്രൂപ്പിൽ ആരെങ്കിലും എന്തെങ്കിലും ഫാമിലിയിൽ അച്ചീവ് ചെയ്തതിൻ്റെ പോസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടി വന്ന് ക്രെഡിറ്റ് എടുത്തുകൊണ്ട് പോകുക എന്നുള്ളതാണ് പുള്ളിയുടെ മെയിൻ ഉദ്ദേശം. അകന്ന ഒരു ബന്ധു ചേട്ടന് US വിസ കിട്ടിയപ്പം മാമൻ ഇതുപോലെ വന്നിട്ട്, എൻ്റെയും കൂടെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇത് സംഭവിച്ചത്. ചില സമയത്ത് പുള്ളി ഈ ഫോട്ടോ ഡൗൺലോഡ് പോലും ആക്കാതെ അടിയിൽ ഓഡിയോ ഇട്ടിട്ടുണ്ട്. അകന്ന ഒരു വല്യമ്മച്ചിയുടെ മോള് പ്രഗ്നൻ്റ് ആയപ്പോഴും പുള്ളി ഇത് തന്നെ പറഞ്ഞു, എൻ്റെയും കൂടെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇത് സംഭവിച്ചത്. ഈ SBIയുടെ ക്രെഡിറ്റ് തനിക്കൂടെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് മാമൻ SBIയുടെ ക്രെഡിറ്റ് കാർഡ് പോലും എടുക്കാൻ പോയത്. പുള്ളി ഇങ്ങനെ ഓഡിയോ ഇടുമെന്ന് പറഞ്ഞല്ലോ, പുള്ളിയുടെ ഓഡിയോയ്ക്ക് 2 പേര് ആംഗ്രി സ്മൈലി ഇട്ട് റിയാക്ട് ചെയ്ത്. പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. പുള്ളി ഉടനെ അവരെ 2 പേരെ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ആക്കി. ഗ്രൂപ്പിൽ ഭയങ്കര പ്രതിഷേധം. ഞങ്ങളുടെ വേറൊരു മാമനൊക്കെ ആണെങ്കിൽ ഈ കഴിഞ്ഞ 3 മാസമായിട്ട് ഉണ്ടാക്കിയ റീൽ ബന്ധം മാമനുമായിട്ട് ഉപരോധിച്ച്. വല്യമ്മച്ചി ആണെങ്കിൽ ഈ ചന്ദ്രനും ചൊവ്വയും കൂടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഭൂമിയിലുള്ള ആരും മൂത്രമൊഴിക്കാൻ പാടില്ല എന്നുള്ള പൊതുജന നന്മയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള പോസ്റ്റൊക്കെ ഇനി ഈ ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യില്ല, നിങ്ങളെ എങ്ങനെയൊന്നും സഹായിക്കില്ല എന്ന് പറഞ്ഞ് ഓരോരുത്തർ ഓരോ രീതിയിൽ പ്രതിഷേധിച്ച് മാമൻ ഇങ്ങോട്ട് വന്നിട്ട്
അഡ്മിൻ ക്യാൻ ഒൺലി സെൻഡ് ദ മെസ്സേജ് ആക്കി ഞാൻ മാത്രം ഇവിടെ സംസാരിച്ചാൽ മതി എന്നായി. അവസാനം ഫീച്ചർ ഓൺ ആക്കുന്നതിന് തൊട്ട് മുമ്പ് ലാസ്റ്റ് വന്ന മെസ്സേജ് അമ്മമ്മയുടെയാണ്. അമ്മമ്മ പറഞ്ഞത് ഇതുപോലെ ആപ്ലിക്കേഷൻ എങ്ങനെയായിരുന്നു പണ്ടേ അങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയായിരുന്നത്. ഏത് വാട്സപ്പിനല്ല മാമന്. താങ്ക് യു. സുദീപേ നന്നായിരുന്നു കേട്ടോ, Thank you. നല്ല രസമുള്ള തമാശകളായിരുന്നു. രമേശേട്ടാ സുദീപേ, ഓ ഒരു പൊളിറ്റിക്കൽ സെറ്റയറും കൂടെ ആയിരുന്നു, ഒരു പ്രത്യേക വീക്ഷണകോണിൽ അതിൽ കുറെ കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നതാണ്, മനസ്സിലാവുന്നതാണ്, നല്ലതായിരുന്നു. ഈ ക്രെഡിറ്റ് എടുക്കുക എന്നൊക്കെ പറയുന്നത് വർത്തമാനകാലത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വളരെ അഗ്രസീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ അവകാശങ്ങൾ നമുക്ക് തരുന്നത് അവരുടെ ഔദാര്യങ്ങളായി ചിത്രീകരിച്ചുകൊണ്ടാണ് എല്ലാം തരുന്നത്. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് തോന്നും, അയ്യോ ഇത് തന്നല്ലോ അത് തന്നല്ലോ എന്നൊക്കെ. അതൊക്കെ തരേണ്ടതാണ്, കിട്ടേണ്ടതാണ്, ഇതിന് മുമ്പേ കിട്ടുന്നതാണ്, എത്രയോ കൂടുതൽ കിട്ടേണ്ടതാണ്. പക്ഷെ നമുക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങനെ തോന്നുന്നുണ്ട്. ആ ഒരു മേഖലയിലൊക്കെ നിന്ന് ചിന്തിക്കുമ്പോൾ നല്ല തരത്തിലുള്ള ഒരു സ്ക്രിപ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇച്ചിരി നിലത്ത് നോട്ടം കൂടുതലാണ്. നമ്മൾ വർത്തമാനം പറയുമ്പോൾ നമ്മളൊരു സാധനം ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യല്ലേ, ഓരോ 2-3 വാക്കിനിടയിലും ഗ്രൗണ്ട് ലുക്ക് ചെയ്തിട്ട് പിന്നെ തുടങ്ങിയിട്ടാണ് മേളിലോട്ട് നോക്കുന്നത്. ഒരു പ്രസന്റേഷന്റെ ഒരു സുഖത്തെ കുറയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സ്വാഭാവികമാകുന്നതിന്റെ ഭാഗമായി അല്ലെങ്കിൽ സ്വാഭാവികത പ്രകടിപ്പിക്കുമ്പം അത് അലസതയായിട്ട് തോന്നരുത്. നൂല് വ്യത്യാസമുള്ളൂ ഇതൊക്കെ തമ്മിൽ. നമ്മളിപ്പോൾ ഒന്ന് അസ്വാഭാവികം, നമ്മളൊരു വീട്ടിൽ കല്യാണം വിളിക്കാൻ പോയി, അപ്പോൾ നമ്മൾ തെളിച്ച് പറയുമ്പോൾ ഈ വരുന്ന 16-ാം തീയതി എൻ്റെ മോളുടെ കല്യാണമാണ്, ഇന്ന ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് വരണം. അത് വാക്കുകൾ തെറ്റാതെ ഇനി വിളി പോരെന്ന് പറയാതിരിക്കാൻ വേണ്ടി പറയാം. പക്ഷെ ഒരുത്തൻ ചെന്നിട്ട് ഈ വരുന്ന 16-ാം തീയതി എന്ന് പറഞ്ഞാൽ അസ്വാഭാവികമായി, വളരെ സ്വാഭാവികമായിട്ട് പരിചയമെടുത്തിട്ട് 16-ാം തീയതി കേട്ടോ മോളുടെ കല്യാണം, ഇന്ന ഓഡിറ്റോറിയത്തിലാണ് വരണമെന്നും പറയാം. ഇത് തന്നെ സ്വാഭാവികത കൂടിയിട്ട് ഈ വരുന്ന 16-ാം തീയതി അവിടെ മോളുടെ കല്യാണം ഉണ്ട്, ഇത് നിങ്ങൾ വേണേ വാ എന്നൊക്കെ പറയുന്ന പോലെ ആയി കഴിഞ്ഞാൽ വരില്ല ഇവര്. ഈ പ്രശ്നം ഇതിനുണ്ടായിരുന്നു. സ്വാഭാവികത വളരെ അലസമായിട്ട് പറയാണ്, വളരെ അലസമായിട്ട് പറയുന്നത് പോലെ എനിക്ക് അവതരണത്തിൽ തോന്നി. ഇടയ്ക്ക് താഴോട്ട് നോക്കും, ഇടയ്ക്ക് നോക്കും, ഇത് പറഞ്ഞ് വേണേ കൈയടിച്ചോ ഇത് എന്നൊക്കെ പറയുന്നത്. എനിക്ക് അത്തരത്തിലൊരു സ്വാഭാവികത നല്ലതാണ്, അത് അലസത പോലെ തോന്നരുത് കേട്ടോ. ബാക്കി ഗംഭീരമായി. സുദീപ്, നല്ല വിഷയമായിരുന്നു. ഈ ഫോണിന്റെ ഇപ്പോഴത്തെ ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്താനുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ കുറച്ച് റെസ്റ്റ്ലെസ് പോലെ എനിക്ക് തോന്നി, ഇങ്ങനെ മൂവ് ചെയ്യുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന ഒരു, ഇപ്പം വിഷു പറഞ്ഞല്ലോ ഓൾറെഡി. പക്ഷെ നല്ല വിഷയമായിരുന്നു. നമ്മൾ ഈ പറയുന്ന ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഈ ഫോണിലേക്ക്, ബാത്റൂമിൽ നിന്നല്ല എല്ലാ ഭാഗത്തേക്കും ഫോൺ ഇല്ലാതെ മൂവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. ഫോണില്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ദിവസം നമ്മൾ എങ്ങനെ കഴിച്ചു കൂട്ടും എന്നുള്ള ചിന്തയിലാണ്. ചാർജ് പോകുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റിലൊക്കെ ഇതിൻ്റെ ഒരു നഷ്ടം നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങും. അങ്ങനെയായി നമ്മളിപ്പോൾ ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ. ഈ ഫോൺ ഒഴിവാക്കാൻ വേണ്ടി കോവിഡ് സമയത്ത് പിള്ളേരെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡോഗിന് മേടിച്ചു, ഡാഷ്. ഒരു അകത്തും വളരും, ചെറുതാണ്, വളരില്ല. ഇത് വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ രാവിലെ 10 മണിക്ക് എണീക്കുക, രാവിലെ ഉച്ചയ്ക്ക് 1 മണിക്ക് ഊണ് കഴിച്ചാൽ ഒരു 2 മണിക്കൂർ ഉറക്കം, ഡാഷ്. അത് കഴിഞ്ഞ ശേഷം രാത്രി 8 മണിയാകുമ്പോൾ പോയി കിടന്ന് ഉറങ്ങും. വീട്ടിലെ കാവൽ നായാണ്. ഒരു ദിവസം രാത്രി ഭയങ്കരമായിട്ട് കുരയ്ക്കുന്നു. അപ്പം എൻ്റെ വൈഫ് പറഞ്ഞു, അതെ അവനങ്ങനെ കുരയ്ക്കാത്തതാണ്, കുരയ്ക്കുന്നു, എണീറ്റ് നോക്ക്, എന്തോ കള്ളന്മാരെന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞാൻ എണീറ്റ് നോക്കിയപ്പോഴേ ഉറക്കത്തിൽ കുരയ്ക്കുക, ഉറക്കത്തിൽ മലർന്ന് കിടന്നു. അതൊരു ബാധ്യതയായി. ഫോണായിരുന്നതിലും ഭേദം. ഈ പട്ടിയെ മേടിക്കുമ്പോ നിങ്ങളുടെ ഈ പട്ടിയുടെ ബേസിക് സ്വഭാവം നോക്കി മേടിച്ചില്ലെങ്കിൽ ഇങ്ങനെ പലതും പറ്റും. വിശ്രമ പട്ടികളുണ്ട്, നല്ല വിശ്രമം. പഗ്ഗുണ്ടല്ലോ, കിടന്നിട്ട് വർത്താനം പറയുന്ന ആളെ നോക്കുമല്ലോ, ഒത്ത നടുക്കേ കിടക്കുള്ളൂ. എന്നിട്ട് നിങ്ങൾ വർത്താനം പറഞ്ഞാൽ നിങ്ങളെ നോക്കുമ്പോ പെട്ടെന്ന് അപ്പൊ സാചേട്ടൻ പറഞ്ഞ ഈ നോട്ടം അല്ലാണ്ട് വേറെ പരിപാടിയില്ല. പക്ഷെ മിൻപിൻ പൂടില് വളരെ ആക്റ്റീവായിട്ടുള്ള പട്ടിയെ മേടിച്ചില്ലെങ്കിൽ പുള്ളിയുടെ കാര്യം വിശ്രമം, ഇതാണ് മെയിൻ. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മോനെ ഫോൺ എടുത്തിട്ട് ഫ്രീസർ വെച്ച് ഒളിപ്പിച്ച് വെച്ചതാ. അച്ഛൻ നോക്കിയ സമയത്ത് ഫ്രീസറിനകത്ത് ഫോൺ മുഴുവൻ ഐസായി. പുള്ളി വന്ന് ചീത്ത വിളിച്ച് അവനെ അടിച്ച് നേരെ അച്ഛൻ കൊണ്ടുപോയിട്ട് ആ ഫോൺ എടുത്ത് ദോശക്കല്ല് വെച്ച് തീർന്നു. രക്ഷപ്പെടാനുള്ള സാധ്യതകൾ പുള്ളി ഇല്ലാതാക്കി. ഒരിക്കൽ കൂടി നന്നായിരുന്നു, ഓൾ ദി ബെസ്റ്റ്. നമുക്ക് മാർക്സ് കുറച്ച് കഴിഞ്ഞു. സ്റ്റാൻഡപ്പിന്റെ ഈ വിസ്മയ മത്സരവേദിയിൽ അടുത്തതായി പെർഫോം ചെയ്യാൻ എത്തുന്നു കലിപ്പൻ ശ്രീറാം.
നമസ്കാരം, എൻ്റെ പേര് ശ്രീറാം. വർക്ക് ഫ്രം ഹോം എന്നും പറഞ്ഞ് ഒരു വർക്കും ഇല്ലാതെ ഹോമിൽ വെറുതെ ഇരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ചില കൂട്ടുകാർ വന്നിട്ട് പറയും പഴയ സ്കൂളിനെ കുറിച്ച് നൊസ്റ്റാൾജിയൊക്കെ പറയും. ഞാനും എൻ്റെ സ്കൂളിനെ കുറിച്ച് ഓർക്കാറുണ്ട്. ജപ്പാൻകാർ ഈ ഹിരോഷിമയും നാഗസാക്കിയൊക്കെ ഓർക്കുന്ന പോലെ. ഇന്ന് ആർക്കും ഓർമ്മയില്ലാത്ത ഏതോ ഒരാളുടെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ച സ്കൂളിലാണ് ഒരു ദിവസം എന്നെ കൊണ്ടുപോയി ചേർത്തത്. എന്നെ ചേർത്തുകൊണ്ട് എൻ്റെ വീട്ടുകാർക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നുള്ളൂ, ഇവനെ നല്ലപോലെ തല്ലിക്കോണം, എങ്കിലേ ഇവൻ നന്നാവുള്ളൂ എന്നുള്ളത്. ഇങ്ങനെ തല്ലി നന്നാക്കുക എന്നുള്ളത് ഇന്ത്യയിലെ ഒരു നിയമത്തിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ നന്നാവുമായിരുന്നെങ്കിൽ ടീച്ചർ കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ തല്ലണം, പ്രിൻസിപ്പൽ കുറ്റം ചെയ്താൽ മന്ത്രി തല്ലണം, മന്ത്രി കുറ്റം ചെയ്താൽ കോടതി പിടിച്ച് തല്ലണം. അങ്ങനെ ഇങ്ങനെ നന്നാക്കാൻ നിയമമില്ലാത്ത രാജ്യത്ത് വെറുതെ നന്നാൻ വേണ്ടി തല്ലുകൊണ്ട് അവസാനം നന്നാവാത്ത ഒരാളാണ് ഞാൻ. ഞാൻ പഠിച്ചത് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്. അതിനെ ഇംഗ്ലീഷ് മീഡിയം എന്ന് പറയുന്നതിനെക്കാട്ടും നല്ലത് മീഡിയം ഇംഗ്ലീഷ് സ്കൂളാണ്. അതിന് മീഡിയം ലെവലിലേക്ക് ആയിരിക്കും ഇംഗ്ലീഷ് പറയുന്നത്. ഈ മീഡിയം ചായ എന്നൊക്കെ പറയുന്ന പോലെ. ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് വണ്ടി ഓടിക്കാൻ അറിഞ്ഞുകൂടാ എന്നൊരവസ്ഥയാണ് ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ച എൻ്റെ ഇംഗ്ലീഷിൻ്റെ അവസ്ഥ. ഈ എല്ലാവരുടെയും ബയോഡേറ്റയിൽ ഭാഷാ പരിജ്ഞാനം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം വയ്ക്കും. അതായത് എഴുതാനറിയാം, വായിക്കാനറിയാം, സംസാരിക്കാനറിയാം. എൻ്റെ ബയോഡേറ്റയിൽ അതിന് അഡീഷണൽ ഒരു കോളം കൂടെ ഉണ്ട്, കണ്ടാൽ മനസ്സിലാവും. ഇംഗ്ലീഷ് എഴുതാറിനോടാ, വായിക്കാറിനോടാ, സംസാരിക്കാറിനോടാ, പക്ഷേ കണ്ടാൽ മനസ്സിലാവും ഇംഗ്ലീഷ് ആണെന്നുള്ളത്. ഹിന്ദി എഴുതാറിനോടാ, വായിക്കാറിനോടാ, സംസാരിക്കാറിനോടാ, കണ്ടാൽ മനസ്സിലാവും ഹിന്ദി ആണെന്നുള്ളത്. ചിലപ്പോൾ വേറൊരു ഓപ്ഷൻ കൂടെ വയ്ക്കാറുണ്ട്, കേട്ടാൽ പേടിയാവുന്നുള്ളതും കൂടെ. എന്തായാലും ആ സ്കൂളിലെ സാമ്പത്തിക വ്യവസ്ഥ വളരെ മോശമാണ്. അപ്പോൾ ഇത് നടക്കാൻ വേണ്ടി പലതരം ടാക്സ് ഈടാക്കും. ടാക്സ് അല്ല, ഫീസ് ഈടാക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂഷൻ ഫീസ്. സ്കൂളിലെ ടീച്ചർമാർ വേറെ നടത്തുന്ന ട്യൂഷന് പോയിട്ടാണ് ഞാൻ പഠിക്കുന്നത്. അതിന് സ്കൂളുകാർക്ക് എന്തിനായി ട്യൂഷൻ ഫീസ് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നീടുള്ളതാണ് അഡീഷണൽ ഫീസ്. തൂക്കിപ്പറക്കി അടിക്കുന്നതിനാണ് ഈ അഡീഷണൽ ഫീസ്. പിന്നെയുള്ളത് മ്യൂസിക് ഫീസ്. രാവിലത്തെ പ്രാർത്ഥനാഗാനം, വൈകുന്നേരത്തെ ദേശീയഗാനം, ഇത് രണ്ടുമാണ് അവിടുത്തെ മ്യൂസിക് ഞാൻ കേട്ടിട്ടുള്ളതിൽ. പിന്നെയുള്ളത് ലൈബ്രറി ഫീസ്. എൻ്റെ സ്കൂളിലെ ലൈബ്രറിക്കാട്ടും പുസ്തകമുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ബാർബർ ഷോപ്പിൽ. അതിൽ നടുക്കത്തെ പേജ് ഉണ്ടാവില്ലെന്ന് മാത്രമേ ഉള്ളൂ, എങ്കിലും സമാധാനമുണ്ട്. പിന്നെയുള്ളത് സ്വിമ്മിംഗ് ഫീസ്. സ്കൂളിൽ വെള്ളം പൊങ്ങുമ്പോൾ താറാക്കൂട്ടം പോലെ നീന്തി പോകുന്നതാണ് അവിടുത്തെ സ്വിമ്മിംഗ് ഫീസ്. പിന്നെയുള്ളത് സ്പോർട്സ് എക്യുപ്മെൻറ്റ് ഫീസ്. സ്കൂളിൻ്റെ അടുത്തുള്ള പറമ്പിൽ നിന്ന് തെങ്ങിന് മടൽ വെട്ടി ഉണ്ടാക്കുന്ന ക്രിക്കറ്റ് ബാറ്റും കല്ലിന് പുറത്തൂടെ കടലാസ് കെട്ടി റബ്ബർ ബാൻഡ് ഉണ്ടാക്കുന്ന ക്രിക്കറ്റ് ബോളുമാണ് അവിടുത്തെ ഞാൻ കണ്ടുള്ള സ്പോർട്സ് എക്യുപ്മെൻറ്റ്. ഇങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഇല്ലാത്തതുകൊണ്ട് സ്പെഷ്യൽ ഫീസ് വേറെ. പക്ഷേ ഒന്നുണ്ട്, ടീച്ചർമാർ നന്നായി ക്ലാസ് എടുത്ത് കുട്ടികളെ ഉറക്കാറുണ്ട്. ഈ ഉറക്കം തികച്ചും ഫ്രീ ആണ്. കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്ക് ഈ ഉറക്കം നല്ലതാണെന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയതുമാണ്. എൻ്റെ സ്കൂളിൽ 2000 പേർക്ക് ആ കൂടി ഉള്ളത് 2 ബാത്റൂം, 4 പൈപ്പ്, 2 ബക്കറ്റാണ്. അപ്പം ഞാൻ ചോദിച്ചു ഇത്രയും പിള്ളേർക്ക് ഇത്ര മതിയോ എന്നുള്ളത്. അപ്പോൾ സ്കൂളുകാർ പറഞ്ഞു ഇല്ല, കുറച്ച് കാര്യങ്ങൾ കൊണ്ട് കുറേ പേർക്ക് ഉപയോഗം ഉണ്ടാവണം, അതാണ് ലോകത്തിന് നല്ലതെന്ന്. അങ്ങനെയാണെങ്കിൽ പരീക്ഷയ്ക്ക് മാത്രം പിള്ളേർക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ആൻസർ പേപ്പർ എല്ലാവരും കൊടുക്കണം എന്തിനാണ് എൻ്റെ ചോദ്യം. ഈ 2000 പേർക്കും ഈ പറയുന്ന 4 ക്വസ്റ്റ്യൻ പേപ്പർ, 4 ആൻസർ പേപ്പറും കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും സന്തോഷമാവും, പേപ്പറും ലാഭമാവും. എൻ്റെ സ്കൂള് ടെക്നോളജി പരമായിട്ട് വളരെ മുമ്പിലായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ ഹോട്ടലിൽ കാണുന്ന ഹാൻഡ് ഡ്രയറൊക്കെ എൻ്റെ സ്കൂളിൽ പണ്ടേ ഉണ്ടായിരുന്നു. അതിൽ പൈപ്പിൽ വെള്ളം വരില്ല, കാറ്റ് മാത്രം വരും. അവിടുത്തെ കാറ്റാണ് കാറ്റ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ടെക്നോളജി പരമായിട്ട് എനിക്കും എന്തെങ്കിലും മുന്നോട്ട് പോകണം. അതുകൊണ്ട് ഞാൻ 50ഉം 100ഉം GB ഉള്ള ടെക്സ്റ്റ് ബുക്കുകൾ 1ഉം 2ഉം MB ഉള്ള ചെറു ഫയലുകളാക്കി പരീക്ഷയ്ക്ക് പോയി. പക്ഷേ സ്കാനിങ്ങിൽ ഇങ്ങനെ പൊക്കി. അന്ന് സാർ എന്നോട് പറഞ്ഞു, നീ ഈ ചെറു ഫയലുകളിൽ നോക്കിയല്ല പരീക്ഷ എഴുതേണ്ടത്, നീ നിന്റെ ഓർമ്മയിൽ നിന്ന് വേണം എഴുതാൻ എന്നുള്ളതാണ്. 20 വർഷമായി ഒരേ ടെക്സ്റ്റ് പഠിപ്പിക്കുന്ന സാറ് ഇപ്പോഴും ആ ടെക്സ്റ്റ് നോക്കിയാണ് പഠിപ്പിക്കുന്നത്. അപ്പോഴാണ് 1 വർഷമായി ടെക്സ്റ്റ് കാണുന്ന ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് എഴുതാൻ. ഇൻജസ്റ്റിസ് ആണത്. എൻ്റെ സ്കൂളിൽ 1993 കമ്പ്യൂട്ടർ കൊണ്ടുവച്ചു. അത് മൃഗശാലയിൽ പിള്ളേരെ കൊണ്ടുപോയി ദോ സിംഗം എന്ന് പറഞ്ഞ് കാണിക്കുന്ന പോലെയാണ് ദോ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അതിനവർ 10 രൂപ വാങ്ങിക്കുമായിരുന്നു. അങ്ങനെ 1993 കമ്പ്യൂട്ടർ കൊണ്ടുവച്ചെങ്കിലും 6 വർഷം കഴിഞ്ഞ് 99 ആ കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് ഒരു പ്ലഗും ഒരു സ്വിച്ചും കൊണ്ടുവച്ചത്. അത് സ്കൂളിനെ കുറ്റം പറഞ്ഞ കാര്യമില്ല, അവർക്കും അറിഞ്ഞുകൂടായിരുന്നു ഈ സാധനം വർക്ക് ചെയ്യണമെങ്കിൽ കറണ്ട് വേണമെന്നുള്ളത്. ശാസ്ത്ര വിഷയങ്ങൾ മാതൃഭാഷയിൽ പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണെന്ന് ആരൊക്കെ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഫിസിക്സിൻ്റെ മലയാളം മീഡിയം ടെക്സ്റ്റ് എടുത്തൊന്ന് വായിച്ചു. അതിലെഴുതിയിരുന്നത്, പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായിട്ടുള്ള പതന കോണിലൂടെ പ്രവേശിക്കുന്ന പ്രകാശരശ്മികൾ അവ അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിൽ തന്നെ പ്രതിപതിക്കുന്നതിനാണ് പൂർണ്ണാന്തര പ്രതിപതനം. ഇത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇംഗ്ലീഷിൽ എഴുതി തോക്കുന്നതാണ് ഇതിനെക്കാട്ടും ഭേദമെന്ന്. അങ്ങനെ ഞാൻ വാച്ചിലെ സെക്കൻഡ് സൂചി 1 മണിക്കൂറിൽ എത്ര പ്രാവശ്യം കറങ്ങുമെന്ന് വാച്ചിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം. അപ്പോഴാണ് സാർ വന്നൊരു പ്രധാനപ്പെട്ട പാഠം എടുത്തത്, പ്രത്യുൽപാദനം അഥവാ റീപ്രൊഡക്ഷൻ. ശരി, ഭാവിയിൽ എന്തെങ്കിലും ഉപയോഗം ഉണ്ടല്ലോ എന്ന് കരുതി ഞാൻ ശ്രദ്ധിച്ചു. സാർ വന്ന് ബോർഡിൽ 2 ചെമ്പരത്തിപ്പൂവിൻ്റെ പടം വരച്ചു. സോ സ്വീറ്റ്. ഒരു ചെമ്പരത്തിപ്പൂവിന്ന് കാറ്റത്ത് പൊടി പാറിപ്പറന്ന് മറ്റൊരു ചെമ്പരത്തിപ്പൂവിന്ന് വീണ്
വേറൊരു ചെമ്പരത്തിപ്പൂ ഉണ്ടാവും, കഥ കഴിഞ്ഞു. ഈ ചെമ്പരത്തിപ്പൂവിന്റെ പൊടിവാർക്കൽ ടെക്നോളജി വെച്ച് മനുഷ്യന്മാർ എന്ത് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ചെമ്പരത്തിപ്പൂവിന്റെ കാര്യം ചെമ്പരത്തിപ്പൂ നോക്കിക്കോളും, മനുഷ്യന്റെ കാര്യം മനുഷ്യൻ വേണം നോക്കാൻ. അതുകൊണ്ട് മാത്രം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട സിനിമകൾ, ചിത്രങ്ങൾ, സാഹിത്യം തുടങ്ങിയവ തേടി അറിഞ്ഞു, ഒരു ഭ്രാന്തനെ പോലെ. ഇപ്പോഴും ആ യാത്ര തുടരുന്നു, വെറും ഒരു ഊളനെ പോലെ. ഒരു ചെമ്പരത്തിപ്പൂവിന്റെ പൊടിവാറക്കം വരുത്തി വെച്ച വിനയാണ് ഇതൊക്കെ. ഞങ്ങളുടെ സ്കൂളിലും ഉണ്ടായിരുന്നു PTA, അത് പേരൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ എന്നല്ല, പിള്ളേരെ തല്ലു കൊള്ളിക്കാനുള്ള ഒരു അസോസിയേഷൻ എന്നാണ് അതിനെ പറയേണ്ടത്. അതിൽ പിള്ളേരുടെ റിവ്യൂ ഒക്കെ നടക്കും. ഒന്നാമത്തെ പോസിറ്റീവ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഇതൊരു മരം കെട്ടാണ്, അതാണ് അവിടുത്തെ റിവ്യൂ. ഈ സ്കൂളുകാരുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് എന്ത് തരം ആറ്റിറ്റ്യൂഡാണിത്? റിവ്യൂ പറയാം, ആ റിവ്യൂ സ്കൂളുകാരുടെ അവകാശമാണ്, പറയേണ്ടത് ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ പ്രൊഡ്യൂസേഴ്സ്, നിർമ്മാതാക്കൾ ഈ സ്കൂളിലേക്ക് പൈസയും കൊടുത്താണ് പറഞ്ഞു വിട്ടേക്കുന്നത്. അവർക്കത് വിഷമമാകും, സാമ്പത്തിക നഷ്ടം വേറൊന്നുമല്ല. അതുകൊണ്ട് 1-ാം ക്ലാസ്സിലെ റിവ്യൂ 5-ാം ക്ലാസ്സിലും, 5-ാം ക്ലാസ്സിലെ റിവ്യൂ 10-ാം ക്ലാസ്സിലും ആയി പറയുക. റിവ്യൂ കുറച്ച് സമയം കഴിഞ്ഞ് പറഞ്ഞാൽ മതി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇത്രയൊക്കെ ആണെങ്കിലും എൻ്റെ സ്കൂളിൽ ഏറ്റവും നന്നായി പണിയെടുത്തുകൊണ്ടിരുന്നത് PT സാറാണ്, ഈ ഫിസിക്കൽ ട്രെയിനിങ്. അദ്ദേഹം തെറി വിളിക്കാനും വിസിലൂതാനും മാത്രമേ വാതുറക്കാറുള്ളൂ. ഞങ്ങളുടെ സ്കൂളിന് ദേശീയം, സംസ്ഥാനം, ജില്ല, ഉപജില്ലാ തലങ്ങളിലൊന്നും മത്സരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് ഒരേ ഒരു എക്സസൈസ് അദ്ദേഹം സ്ഥിരം ചെയ്യാറുള്ളൂ. അതിങ്ങനെ 1 2 3 1 2 3 എന്നിങ്ങനെ പറയും. അപ്പം ഞാൻ വിചാരിച്ചു, ഈ 1 2 3 വെറുതെ ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചാൽ എന്താണ് ഉപയോഗം എന്നുള്ളത്. അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഈ 1 2 3 ഇങ്ങനെ നമ്മൾ സ്പീഡിൽ കാണിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറക്കുന്നൊരു ആക്ഷൻ ആവും. അങ്ങനെ ഒരു സമയം ഒളിമ്പിക്സിലെ ഓട്ട മത്സരത്തിൽ അമേരിക്കക്കാരും ചൈനക്കാരും നിലത്തൂടെ സ്പീഡ് ഓടിപ്പോകുമ്പം അവരിങ്ങനെ പറന്ന് തോപ്പിക്കുന്ന ഇന്ത്യക്കാരെയാണ് അദ്ദേഹം സ്വപ്നം കണ്ടത്. ഹി വാസ് എ ദീർഘദർശി. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കാലിബർ വെച്ചിട്ട് മാലിയിൽ മോഡൽസിൻ്റെ ഫോട്ടോഷൂട്ട് നടത്തി മാൻഹട്ടനിൽ നിൽക്കേണ്ടവനാണ്. പക്ഷേ എന്തുകൊണ്ടോ എന്നറിയില്ല, ഇപ്പോൾ മാലിപ്പുറത്ത് മതിലും പറക്കി മാനത്ത് നോക്കിയിരിക്കേണ്ട അവസ്ഥയാണ്. സോ ഇങ്ങനെയുള്ളവരടുത്ത് ഇങ്ങനെ സ്കൂളിലെ നൊസ്റ്റാൾജി ഒന്നും പറഞ്ഞു വരരുത്, അത് വിഷമമാകും. താങ്ക് യു. ശ്രീറാം, നല്ല രസമുള്ള കഥകളായിരുന്നു. സ്കൂൾ ലൈഫിലേക്ക് പോയി, സിലബസ്, ആക്ടിവിറ്റീസ്, ആ ഓർമ്മകളിലേക്കൊക്കെ പോയി കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റി. രമേശ് ഏട്ടാ എങ്ങനെയായിരുന്നു? ശ്രീരാമ അതിഗംഭീര സ്ക്രിപ്റ്റ് സൂപ്പർ. പിന്നെ ശ്രീരാമിന്റെ ഒരു ശൈലിയാണിത്. അതിനി അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് കറക്ഷനിലേക്ക് പോകാനും തിരുത്താനും അല്ലെങ്കിൽ തിരുത്തപ്പെട്ട് മറ്റൊന്നാക്കി മാറ്റാനും ശ്രമിച്ചാൽ ശ്രീരാമിന് കൂടുതൽ പ്രഷറാവും എന്നുള്ളതല്ലാതെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ശ്രീരാം ഒരു വൺ ലൈനർ പോലെ കുറെ സാധനങ്ങൾ കൃത്യമായിട്ട് തയ്യാറാക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തു. അതിൽ മിക്കതും നല്ല നർമ്മമുള്ള ഓരോ ഫീസുകളെ കുറിച്ച് പറഞ്ഞതും, സ്കൂളിന്റെ കമ്പ്യൂട്ടറിനെ കുറിച്ച് പറഞ്ഞതും, അധ്യാപകരെ കുറിച്ച് പറഞ്ഞതും, പുസ്തകം നമ്മൾ 1 വർഷം കാണുന്നതും അധ്യാപകൻ 20 വർഷം കാണുന്നതിനെ കുറിച്ച് പറഞ്ഞതും എല്ലാം തന്നെ വളരെ നല്ല നർമ്മങ്ങളായിരുന്നു. അതിഗംഭീര സ്ക്രിപ്റ്റ് ആയിരുന്നു, സൂപ്പറായിരുന്നു. ശ്രീറാം വന്ന് നിന്നപ്പോഴ് ഞാൻ പറയുന്നത്, വളരെ സീരിയസ് ആയിട്ടൊരു മനുഷ്യൻ. സീരിയസ് കോമഡി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രസകരമായിട്ടാണ് ആ സ്ക്രിപ്റ്റിംഗ് ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണെന്ന് തോന്നുന്നു. എനിക്ക് കൂടുതൽ അറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ്. വിഷുവിന് അദ്ദേഹത്തെ അറിയാമായിരിക്കും. അതായത് ഇത് സ്റ്റാൻഡപ്പ് കോമഡിക്ക് വന്നിരിക്കുകയല്ല, അതെ, ED റെയ്ഡാണ്. ഇത് കഴിഞ്ഞാല് ഒരു ED ഉദ്യോഗസ്ഥൻ വന്ന് നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ നമ്മളെ റെയ്ഡ് ചെയ്ത് പിടിച്ച് കൊണ്ടുപോകും, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ആ ലെവലിലാണ് നിൽക്കുന്നത്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകന് സ്കൂളിൽ ഒരുപാട് മുടി വളർത്തി യോയോ സ്റ്റൈലിൽ പോയതിന് ഇവനോട് പറഞ്ഞു, അച്ഛനെ വിളിച്ച് ക്ലാസ്സിൽ കയറാൻ പറഞ്ഞു. അപ്പോൾ അച്ഛനും ഒരു കൂട്ടുകാരനും കൂടെ അവിടെ ചെന്ന് ഇനി ആവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെ ഈ സ്കൂളിൽ മുടി വെട്ടിക്കാൻ തീരുമാനം എടുത്ത് തിരിച്ചു പോയി. പോകുന്ന വഴിക്ക് അവിടെ പ്രിൻസിപ്പളുടെ ബാഗിൽ നോക്കിയപ്പോഴേ ഒരു വലിയ സ്വാമിയുടെ ഫോട്ടോ, ഫുൾ ജടയും, സ്കൂളിൽ അവരുടെയാ. നല്ല രസമായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ എല്ലാ വിഷയങ്ങളും നമുക്ക് ഓരോന്നും കേൾക്കുമ്പോഴും നമുക്കൊന്ന് ചിരിക്കാനും കൈയടിക്കാനും തോന്നുന്ന രീതിയിലായിരുന്നു ഓരോന്നും നിർത്തി ചെയ്തത്. രസമായിരുന്നു. ശ്രീരാമേ, നല്ല എനിക്ക് തോന്നി എന്താണെന്നറിയാമോ, ഞാൻ ഈ സ്കൂളുകളിൽ ആനിവേഴ്സറിക്കൊക്കെ കലാകാരന്മാരെയൊക്കെ ഏർപ്പാട് ചെയ്ത് കൊടുക്കും, ഇങ്ങനെ പരിപാടിക്ക് ഉദ്ഘാടനത്തിനൊക്കെ. അപ്പോൾ അവരവിടെ ചെല്ലുമ്പോൾ ഏറ്റവും നല്ലൊരു പരിപാടി ഉണ്ടാവും അവിടെ. അത് ആനുവൽ റിപ്പോർട്ട് വായിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. അതൊരു 3 മണിക്കൂർ 2 മണിക്കൂറൊക്കെ എടുക്കും. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന പ്രൊഫസറുടെ സാഹിത്യം മുഴുവൻ അതിനകത്തുണ്ടാവും. മലയാളം ആണെങ്കിൽ മലയാളം പഠിപ്പിക്കുന്ന ടീച്ചറുടെ എല്ലാ സാഹിത്യങ്ങളും അതിനകത്തുണ്ടാവും. അതിങ്ങനെ
അതുപോലെ ആയിരുന്നു ശ്രീറാമിന്റെ ആ ഒരു അവതരണം. എല്ലാ ഓരോ വിഭാഗത്തെ എടുത്ത് പറഞ്ഞു ഇങ്ങനെ പോയത്. സത്യം ഒരു സ്കൂളിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റും പുള്ളിനെ തൊടാത്ത കക്കൂസ് കുളിമുറി തൊട്ട് സ്റ്റാഫ് റൂം ഉൾപ്പെടെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എല്ലാം പറഞ്ഞു. നല്ല രസമായിരുന്നു. പഠിച്ച സ്കൂളിൽ നിന്ന് എന്തായാലും ഒരു വിളി വരും പരിപാടി. അപ്പോൾ അതിനൊരു മിമിക്രി ട്രൂപ്പിനെ ഏർപ്പാട് ചെയ്ത് കൊടുത്തു. അങ്ങനെ മിമിക്രി ട്രൂപ്പൊക്കെ ആയിട്ട് അവിടെ ചെന്ന് അപ്പോൾ അവിടുത്തെ ടീച്ചർമാരെല്ലാവരും സുന്ദരികളായ ടീച്ചർമാർ. അപ്പോൾ എല്ലാവരും ഈ റോസ് കളറിൽ സാരിയിൽ ചെറിയ പൂക്കളുള്ള സാരി കൊടുത്തിട്ടുള്ള അങ്ങനെ എല്ലാവരും ഒരേ മാച്ചിങ്ങാ ഇങ്ങനെ എല്ലാവരും. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ടിനി ടോം ഉണ്ടായിരുന്നു. ടിനി ടോം മതി കഥ ഹിറ്റ് പറയണ ഇനി കഥ പറയണം, കഥ ഹിറ്റ് എന്നുള്ളത് ഉറപ്പ്. അപ്പം ടിനി ടോം ഉണ്ടായിരുന്നു. അവൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ചെല്ലുന്ന ആർട്ടിസ്റ്റുകളെല്ലാം ഭയങ്കര സ്വീകരണം. അവർ സ്വീകരിച്ചിരുത്തുന്നു, ഭവ്യതയോടുകൂടി നിൽക്കുന്നു. ടീച്ചർമാരൊക്കെ വന്നിങ്ങനെ നിരന്ന് നിൽക്കുന്നു, ചായ തരുന്നു, കാപ്പി തരുന്നു, ഇതെല്ലാം തരുന്നു. സലീംകുമാറൊക്കെ ഉണ്ട് പരിപാടി അവതരിപ്പിക്കാൻ. ഞാൻ സലീംകുമാറിനൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ടിനി ടോം ടീച്ചർമാരെയൊക്കെ നോക്കിയിട്ട് ചിരിക്കുക. അപ്പം ടീച്ചർമാരൊക്കെ ഇതെന്താ ചിരിക്കുന്നതെന്ന് ചോദിക്കും. പിന്നെ ടിനി ടോം പറയാ പോൺസിന്റെ കുപ്പി നിരത്തി വെച്ചേക്കണ പോലെ ടീച്ചർമാരുന്നു. അങ്ങനെ ഒരുപാട് സ്കൂൾ മെമ്മറീസ്. എന്തായാലും അങ്ങനെയുള്ള കുറെ നല്ല നല്ല സ്കൂൾ മെമ്മറീസിലേക്കും ഓർമ്മകളിലേക്കൊക്കെ കൊണ്ടുപോയി ശ്രീറാം. നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. നമുക്ക് മാർക്സ് അറിയാം പിന്നീട്. ഓക്കെ, താങ്ക് യു. എനിക്കൊരാഗ്രഹം. എന്ത് നിന്റെ ആഗ്രഹം? ഒന്നുമില്ല. നിന്റെ ആഗ്രഹം നടത്തി തരാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ റെഡിയാണ്. ready. അതെ, നിനക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് മതി ഞാൻ ഈ ഷൂട്ടിംഗ് ഒക്കെ. ആഗ്രഹം എന്ന് പറയുമ്പോൾ അതൊരു ചോദ്യമാണ്, അതൊരു സംശയമാണ്. നിങ്ങൾ എനിക്കത് കറക്റ്റ് ചെയ്ത് തരണം. വലിയ വിശേഷമുള്ള ചോദ്യങ്ങളാണോ? അല്ലല്ല, വെരി സിമ്പിൾ, വെരി ഈസി, സിമ്പിൾ. ചേട്ടാ എത്രയേ ഉള്ളൂ. കണ്ണും മൂക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വടേക്കാട് അജയൻ ചേട്ടനും പറയാം. കണ്ണുകൊണ്ട് കാണാൻ പറ്റും, ആ, മൂക്കൊണ്ട് കാണാൻ പറ്റണം, മണക്കാൻ പറ്റും. മണക്കാൻ പറ്റും. അല്ലെങ്കിൽ അതുപോലെ കണ്ണിന് മൂക്ക് കാണാം, മൂക്കിന് കണ്ണ് കാണാൻ പറ്റില്ല. കണ്ണിന് മൂക്ക് കാണാം, കറക്റ്റ് അല്ലേ? മൂക്കിന് കണ്ണ് കാണാൻ പറ്റില്ല. ആ. നല്ല ഉത്തരവാണ്, അടിപൊളിയാണ്. ആ അതല്ലേ ഉദ്ദേശിച്ച ഉത്തരം? ശരിയാണ്. അതായത് അല്ല, അതല്ല ഉത്തരം. ഉത്തരമല്ല, അതായത് ഇത് ശാസ്ത്രീയമായിട്ട് കണ്ണിന് മൂക്ക് കാണാം. പറ്റും. നമ്മുടെ മൂക്ക് 24 മണിക്കൂർ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ബ്രെയിൻ അത് ഇഗ്നോർ ചെയ്യുന്നതാണ്. നിങ്ങൾ ഇങ്ങനെ നോക്കൊന്നും വേണ്ട മൂക്ക് കാണാൻ. അല്ലെങ്കിൽ നിങ്ങൾ കാണാം, അല്ലേ? നിങ്ങളിത് ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾ മുന്നിലേക്ക് നോക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മൂക്ക് അവിടെ ഇരിക്കണം, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതെ. പക്ഷെ മൂക്ക് ഇഗ്നോർ ചെയ്യുന്നതാണ്. നമ്മുടെ ഈ പരിണാമത്തിൽ നമ്മുടെ മുഖം പരന്നതായതുകൊണ്ട് നമുക്ക് നേരിട്ട് കാണാം. മുഖം കഴിഞ്ഞ് മുന്നിലേക്ക് സ്പേസ് ഉള്ള എല്ലാ ജീവികൾക്കും സൈഡിലാണ് കാണുന്നത്. നിങ്ങൾ പട്ടിയെ കണ്ടോളൂ, Yes. സൈഡിലാണ് കാണുന്നത്. പക്ഷെ മൂങ്ങയ്ക്ക് നേരെയാ കണ്ടിരിക്കുന്നത്. കാരണം അതെ. മൂങ്ങയ്ക്ക് മൂക്കിന്റെ പ്രശ്നമില്ല, ബാക്കി എല്ലാ പക്ഷിക്കും ഇവിടെയാ കണ്ടിരിക്കുന്നത്. ഇങ്ങനെ കാണുള്ളൂ, സൈഡിൽ വെച്ച് കൊടുക്കും. മുഖം നേരെയുള്ള ജീവികൾക്ക് നേരെ കണ്ണും, ബാക്കി മുഖം കഴിഞ്ഞ് മുന്നിലോട്ട് മൂക്കുള്ള എല്ലാ ജീവികൾക്കും സൈഡിൽ കണ്ണുമായിട്ടാണ് ഫിറ്റിംഗ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് കാണാം. വേണമെങ്കിൽ ഈ ഇത്തരത്തിൽ നിന്റെ ഉത്തരം എന്താണെന്ന് എനിക്കറിയാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഒരു കണ്ണാടി ഇല്ലാതെ നമുക്ക് കാണാൻ പറ്റാത്ത നമ്മുടെ ഒരേ ഒരു അവയവം ചെവിയാണ്. നമുക്ക് നമ്മുടെ ചെവി കാണാൻ പറ്റില്ല. ഒരു കണ്ണാടി ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ബാക്കി എല്ലാ അവയവവും നമുക്ക് ശ്രമിച്ചാൽ കാണാം. കഴുത്ത് കാണാൻ പറ്റില്ല. കഴുത്തൊരു അവയവമാണ്. ചിലർക്ക് ചെവിയില്ലെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല, കാരണം ഗ്ലാസ് വയ്ക്കുന്നത്. എന്തെങ്കിലും ഉത്തരവുണ്ടോ? ഇല്ല, ഉത്തരവില്ല. ഇല്ല ഇല്ല ഇല്ല. അജയൻ ചേട്ടാ? കണ്ണ് കാണാത്തവരുണ്ടാവും, പക്ഷെ മൂക്ക് കാണാത്തവരില്ലല്ലോ. ഓക്കെ, ശരി, ഞാൻ പറയാം. ഇത് കുറച്ച് ഇമോഷണൽ ആണ് ആ ചേട്ടാ. ചിലപ്പോ ഇത് ചീഞ്ഞു പോയിട്ട് നീ ഇമോഷൻ ഇവിടെ നിന്ന് കരയേണ്ടി വരും. പറ. ഓക്കെ, ഞാൻ ആ റിസ്ക് എടുക്കാൻ തയ്യാറാണ് ചേട്ടാ. നമ്മുടെ കണ്ണ് നിറയുമ്പോ ആ കണ്ണീരൊപ്പാൻ 1000 പേര് വരും. പക്ഷേ മൂക്ക് നിറഞ്ഞാല് അത് ആ മൂക്ക് നീരൊപ്പാൻ ആരെങ്കിലും വരുമോ? നല്ല കമ്മലും ഇത്രയും നല്ല കറുപ്പ് രസമുള്ള ഒരു ഉടുപ്പ് മാലാഖയുടെ ലുക്കുമായിട്ട് നിന്നിട്ട് ഈ മൂക്കട്ടയുടെ കോമഡി നീ പറയൂ നമ്മൾ വിചാരിക്കുന്നില്ല. സത്യമായിട്ടും ഞങ്ങൾ ആ പ്രദേശത്ത് കിടന്ന് ചിന്തിച്ചില്ല. നിന്റെ ഇപ്പോഴത്തെ ലുക്കും ഞങ്ങളുടെ മൂക്ക് നിറഞ്ഞവല്ലേ, പക്ഷെ ഡയനയുടെ മൂക്ക് നിറഞ്ഞ ചിലപ്പോ പലരും വരും. ഒരുപാട് പേര് വരും. അതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ശരിയാണ്. ഈ പറഞ്ഞത് കറക്റ്റാ. ഞാൻ ഈ കോഴിക്കോട് ഭാഗത്തൊരു പരിപാടി കൊടുത്തു. അപ്പൊ മലയാളത്തിലെ ഒരു സിനിമാ നടിയുടെ ഡാൻസാ, ആളുടെ പേര് പറയണില്ല, സിനിമാ നടിയുടെ ഡാൻസാ. അപ്പൊ ഈ ഡാൻസിന്റെ ഇടയ്ക്ക് പുള്ളിക്കാരത്തി ഈ മോളിലിട്ടിരിക്കുന്ന ഡ്രസ്സ് മാറുന്നുണ്ട്, വേറെ ഡ്രസ്സായിട്ട് വരുന്നത്. അപ്പൊ അതിന് ഈ സൈഡിൽ ഗാലറി ഉണ്ട്, ഇങ്ങനെ 2 സൈഡിൽ ഗാലറിയുടെ സൈഡിൽ നിന്നാൽ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാറാം. അത് അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല, പെട്ടെന്നാണ് മാറിയിട്ട് അങ്ങോട്ട് കയറുന്ന കാര്യമുള്ളൂ. അപ്പൊ ഇവരിത്തിരി ഓഡിയൻസ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിന്റെ സൈഡിലേക്ക് ഒന്നും കൂടി മാറി. അവിടെ വെറുതെ ടർപ്പായ മാത്രമേ ഉണ്ടായുള്ളൂ. ഒരു 6 അടി പൊക്കം ഉണ്ടായിരുന്നു സ്റ്റേജിന്, നേരെ താഴത്തേക്ക് പോയി.
ഈ ഡാൻസ് കളിച്ചിരുന്ന ആൾ നേരെ താഴത്തേക്ക് പോയി. അപ്പം ഇവിടെ നിൽക്കുന്ന എല്ലാവരും കമ്മിറ്റിക്കാരും ഞങ്ങളൊക്കെ ഞെട്ടി ഇതെന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന സമയത്ത് ഇവർ എയറിൽ പൊങ്ങി വരുന്നു. ഫ്രണ്ടിലിരുന്ന വെച്ചാൽ ആൾക്കാർ ഇത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവരെയാണല്ലോ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അവർ നോക്കിയിരുന്നപ്പോൾ ഇവർ വീഴുന്നത് അവർ കണ്ടു. ഓടി വന്നിട്ട് എല്ലാവരോടും പൊക്കിയെടുത്ത് സ്റ്റേജിലേക്ക് വെച്ചു. കർത്താവ് ഉയർത്ത് പൊങ്ങി വന്നു പെൺപിള്ളേരായോണ്ട് കൊള്ളാം. ആണുങ്ങളെങ്ങാൻ ആയിരുന്നെങ്കിൽ അവൻ അവിടെ കിടന്ന് കൊഴുത്ത് അരിച്ച് എന്ത് പാടുപെട്ടേനെ. അങ്ങനെ എന്തെങ്കിലും അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ പരിപാടികൾ ചെയ്യുന്നതിനിടയ്ക്ക്? എവിടുന്നാ? ഇതുപോലുള്ള സ്റ്റേജിൽ നിന്ന് ഞങ്ങളൊക്കെ പൊക്കിയെടുത്ത് കൊണ്ടുപോയി. ഞങ്ങളെ പൊക്കിയെടുത്ത് കൊണ്ടുപോകത്തേ ഉള്ളു. അത് നമ്മുടെ സമ്മത നാരി നാരി എന്നുള്ള പാട്ട് പാടും എന്റെ കൂട്ടുകാരൻ. അപ്പം പാടുമ്പോ കോഡ്ലെസ് മൈക്കുമായിട്ട് അവൻ കുറച്ച് കഴിഞ്ഞപ്പോ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. അപ്പൊ ഞങ്ങൾ സൈഡിൽ നോക്കുമ്പോ അവൻ പുറത്ത് നടന്ന് പാടുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ആൾക്കാരുടെ തോളത്തെടുത്ത് വെച്ചിട്ട് ഇവൻ നാരി നാരി പാടുന്നു. ഇവന്റെ തോളത്തെടുത്ത് വെച്ചോണ്ട് നടക്കും ഇവനെ പാട്ടിന് വേണ്ടിയിട്ട്. ഭയങ്കര രസമൊക്കെ ഉണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഇവൻ നാരി 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 ഇങ്ങനെ ഒരു ടോൺ വരുന്നെന്ന് വെച്ചാൽ ആരോ ഇവനെ തോളത്തെടുത്ത് വെച്ചിട്ട് ഇവന്റെ തുടക്കിട്ട് കിള്ളുക. തൊടയിൽ ഇങ്ങനെ കിള്ളിയിട്ട് ഇവനൊന്നും ചെയ്യാനും പറ്റുന്നില്ല. എടുത്ത കൂട്ടത്തിൽ ഒരുത്തൻ ഇടയ്ക്കിടയ്ക്ക് ബാക്കിൽ കിളിയാക്കുക, ഇത് കിള്ളുക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ടാണ് നാരി നാരി ഇറങ്ങി വന്നത്. നമ്മുടെ രണ്ട് കലിപ്പന്മാർ ശ്രീറാമും സുദീപും രണ്ടുപേരും അവരുടേതായ ശൈലിയിൽ പ്രസന്റ് ചെയ്തവരാണ്. ഇനി നമുക്ക് അവർക്ക് എത്ര മാർക്സ് ലഭിക്കുന്നു എന്നറിയാം. രമേശ് ഏട്ടാ, മാർക്സ് പ്ലീസ്. സുദീപ് 50-ൽ 46. 46 out of 50. സുദീപ് 46. വീണ്ടും 46. That makes 92 out of 100. Congratulations. ഇനി ശ്രീറാമിന്റെ മാർക്സ്. ശ്രീരാമന് 50-ൽ 47. 47 out of 50. ചേട്ടാ 47 തന്നെ ഞാൻ. വീണ്ടും 47. That makes 94 out of 100. Very good. അപ്പോ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ is ശ്രീറാം. Once upon a time കലിപ്പനും കാന്താരിയും വിജയികൾക്ക് ലഭിക്കുന്നത് ഹാർവസ്റ്റ് എബ്രോഡ് സ്റ്റഡീസ് നൽകുന്ന സമ്മാനം. കലിപ്പനും കാന്താരിയും മറ്റൊരു മനോഹരമായ എപ്പിസോഡ് കൂടി വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും കാണാം മറ്റൊരു അടിപൊളി എപ്പിസോഡിലൂടെ. Until then, bye. Once upon a time കലിപ്പനും കാന്താരിയും ഏറ്റവും പുതിയ എപ്പിസോഡുകൾ മറക്കാതെ കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. രമേശ് പിഷാരടി എന്റർടൈൻമെന്റ്സ് ഓൺ യൂട്യൂബ്.